Hello, my dear friends. Welcome to my YouTube channel, Prahari's Care. Middle East conflicts are still on. It is 25th day, I think. നാലാഴ്ച ആകുമ്പോഴത്തേക്ക് യുദ്ധത്തിന് യാതൊരുവിധ ശമനവും വരുന്നില്ല. പല പല ഡയമെൻഷൻസിലേക്ക് അമേരിക്ക ഇസ്രായേൽ അഗൻസ്റ്റ് ഇറാൻ ഈ ഒരു വാർ കൺഫ്ലിക്ട്സ് ഇൻ ദി മിഡിൽ ഈസ്റ്റ് ഈസ് തിക്കനിങ്, കനത്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് ഒന്ന് നോക്കി പോകാം. ഓക്കെ, US President Donald Trump has said that Washington is engaged in productive talks with Iran. വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ചർച്ചകൾ നടത്താൻ ഇറാനുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാഷിങ്ടൺ DC എന്നാണ് ട്രംപ് പറയുന്നത്. പബ്ലിക്കലി ഇറാൻ റിജക്റ്റഡ് ട്രംപ്സ് ക്ലെയിം. ഇറാൻ ആണെങ്കിൽ അത് പബ്ലിക്കലി റിജക്റ്റ് ചെയ്തു. ദർ ഈസ് നോ ടോക്സ്, നത്തിങ്. കോളിംഗ് ഹിം ഫേക്ക് ന്യൂസ് ഡിസൈൻ ടു ഇറാസ് ദി ഓയിൽ പ്രൈസസ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ട്രംപ് നടത്തുന്ന വ്യാജ പ്രചരണങ്ങളാണെന്നാണ് ഇറാൻ പറഞ്ഞത്. ബട്ട് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഈസ് ബിഹൈൻഡ് സീൻ ഈജിപ്ത്, ടർക്കി ആൻഡ് പാകിസ്ഥാൻ ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ആൻ ഇൻഡയറക്റ്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അമേരിക്കൻ ആൻഡ് ഇറാനിയൻ ഒഫീഷ്യൽസ് ഇൻ ദി പാസ്റ്റ് ഫ്യൂ ഡേയ്സ്. നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. ബട്ട് ഏറ്റവും വലിയൊരു പ്രശ്നം ഇറാനിൽ ആരോടാണ് സംസാരിക്കേണ്ടതെന്നുള്ളതാണ്. ഇറാനിൽ കംപ്ലീറ്റ് ഭരണ സ്ഥിരാകേന്ദ്രമെല്ലാം ഡീസെൻട്രലൈസ് ആയിരിക്കുകയാണ്. അതൊരു ഓട്ടോ മോഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ വർക്ക് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ ഹു ഈസ് ദി ലീഡർ നൗ. സുപ്രീം ലീഡർ മൊജ്തബ ഖമേനി ഈസ് സീരിയസ്ലി ഇൻജേർഡ് ആൻഡ് നോ fresh status about him known to the world. Okay, Iranian stance is hardened. ഇറാൻ അവരുടെ സ്റ്റാൻഡ് ഒന്നുകൂടെ കടുപ്പിച്ചിരിക്കുകയാണ് ആഫ്റ്റർ കില്ലിംഗ് ഓഫ് ദെയർ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖൊമേനി ആൻഡ് അതർ ലീഡേഴ്സ്. ഫെബ്രുവരി 28 ആയത്തുള്ള അലി ഖൊമേനിയെ വധിച്ചതിന് ശേഷം അതിന് ഗ്രാജുവലി മറ്റുള്ള സുപ്രീം ലീഡേഴ്സിനെയും വധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നാം കണ്ടുവരുന്നത്. ഇറാൻ്റെ ഒരുപാട് കേന്ദ്രങ്ങളിൽ ഇൻക്ലൂഡിങ് ഓയിൽ ഡിപ്പോസ് ഇസ്രായേലും അമേരിക്കയും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പശ്ചാത്തലം കൂടിയാണിത്. ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു 1 വീക്ക് സീസ് ഫയർ, ഒരാഴ്ച വെടിനിർത്തൽ, അതിന് ഇടയ്ക്ക് ടോക്സ് പുരോഗമിക്കണം എന്നുള്ള ഒരു ആശയമാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ രണ്ടായിട്ട് നമുക്കതിനെ കാണാം. ഒന്ന്, ഒരുപക്ഷെ യുദ്ധം അടുത്ത് ഇവിടുന്ന് എങ്ങനെയെങ്കിലും തടി തപ്പാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു നീക്കമായിട്ട് നമുക്ക് കാണാം. നമ്പർ 2, അമേരിക്ക, ദി ഡൊണാൾഡ് ട്രംപ് ഈസ് ഹെഡിങ് ടു സം അതർ ഇമ്പോർട്ടൻറ്റ് തിങ്സ്, സംതിങ് മോർ ഡിവാസ്റ്റേറ്റിംഗ് അഗൻസ്റ്റ് ഇറാൻ. വിശ്വസിക്കാൻ പറ്റാത്ത കംപ്ലീറ്റ് മിസ്ട്രസ്റ്റായിരിക്കുന്ന ഒരു രണ്ട് ഫ്രണ്ട്സാണ് ഈ US, ഇസ്രായേൽ ആൻഡ് ഇറാൻ. സ്ട്രേറ്റ് ഓഫ് ഹോർമസ് കടലിടുക്കിലെ ആ ഒരു സ്റ്റേൽമേറ്റ്, ആ ഒരു സ്തംഭനാവസ്ഥ, അതൊരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു യുദ്ധഭീതി. This waterway through which a fifth of global oil exports pass, അതായത് ലോകത്തിലെ 1/5 എണ്ണ ഓയിൽ ടാങ്ക്സ്, ഓയിൽ ഷിപ്സ് കടന്നു പോകുന്നൊരു പാതയാണിത്, സ്ട്രേറ്റ് ഓഫ് ഹോർമസ്. ഹൺഡ്രഡ്സ് ഓഫ് വെസൽസ് റിമെയിൻ പാരലൈസ്ഡ്. നൂറുകണക്കിന് വെസൽസ്, ഷിപ്പുകൾ, ഓയിൽ ടാങ്കറുമായിട്ട് പോകുന്ന ഷിപ്പുകൾ അവിടെ സ്റ്റാൻഡേർഡായിട്ട് കിടക്കുകയാണ്. ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ എ പാസ്, ഫോർ എ പെർമിഷൻ ഫ്രം ദി ഇറാൻ.
അപ്പോൾ അവരങ്ങനെ കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെയുണ്ട്. അതെല്ലാം പല രാജ്യങ്ങളിലും എത്തേണ്ട ഓയിലാണ്, ഗ്യാസാണ്. സോ ആ രാജ്യങ്ങളൊക്കെ ഇതും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ കുറച്ച് ഷിപ്സൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഒരു 5 ഷിപ്പ് വരുന്നുണ്ടെന്നുള്ള ഒരു വിവരം ഇന്ന് കിട്ടിയിട്ടുണ്ട്. സോ അക്രോസ് ദി റീജിയൻ ഇറാൻ ഹാസ് അഡോപ്റ്റഡ് ആൻ eye for eye policy to re-establish deterrence and make sure that any threat is followed by action. ആ റീജിയണിൽ കംപ്ലീറ്റ് ഇറാൻ അവലംബിച്ചിരിക്കുന്ന ഒരു ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ an eye for an eye, ഒരു കണ്ണിനൊരു കണ്ണ് എന്നുള്ള രീതി. അതായത് കട്ടയ്ക്ക് പ്രതികാരം, റിവെഞ്ച് എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇറാൻ ആക്രമിച്ചാൽ അത് സ്ട്രിക്റ്റായിട്ട് അതിൻ്റെ തിരിച്ചടി നൽകുമെന്നുള്ളതും ക്ലിയർ ആക്കിയിരിക്കുകയാണ് ഇറാൻ. ഓക്കെ, കണ്ടീഷൻസ് ഓഫ് ബാർഗെയിനിങ്. ഇറാന് ചെറിയ ബാർഗെയിനിങ് ഉണ്ട്. ഇറാൻ അത് പറയുന്നത് പലരോടും വ്യക്തമാക്കിയിരിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻസ് പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ഒഫീഷ്യൽസ് ഹാവ് സെഡ് ഇൻ റീസെൻറ്റ് ഡേയ്സ് ദാറ്റ് ദേ വാണ്ട് പേയ്മെൻറ്റ് റീപാർട്ടിയേഷൻസ് ഫ്രം guarantees that Iran won't be attacked again and a new regulatory framework for passage in the Strait of Hormuz. അവർ പറയുന്നത് നമുക്ക് നഷ്ടപരിഹാരം കിട്ടണം. അതായത് ഷിപ്പ് നമ്മൾ കടത്തിവിടാൻ തയ്യാറാണ്, പക്ഷേ ഓരോ ഷിപ്പിനും അവർ നമുക്ക് ഭീമമായ നികുതി തരണം, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം. കാരണം നമ്മൾ അനുഭവിച്ചിരിക്കുന്ന നമ്മളുടെ നാശനഷ്ടങ്ങൾക്ക് ആര് ഉത്തരം പറയും? അതാണ് അവരുടെ ഒരു ബിഗ് ക്വസ്റ്റ്യൻ. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് എ വെരി വെരി ജെന്യുവൻ ക്വസ്റ്റ്യൻ. വാഷിങ്ടൺ DC ബേസ്ഡ് സെൻറ്റർ ഫോർ ഇൻ്റർനാഷണൽ പോളിസി, വാഷിങ്ടൺ DCയിലുള്ള സെൻറ്റർ ഫോർ ഇൻ്റർനാഷണൽ പോളിസി എന്ന ഒരു സംഘടന പറഞ്ഞിരിക്കുന്നത് ഇറാൻ വുഡ് സീക്ക് ടു എൻഡ് ദി വാർ ഓൺ ഇറ്റ്സ് ഓൺ ടേംസ് while extracting sanctions relief, repatriation for damage and economic leverage. ആ ഒരു ഇൻ്റർനാഷണൽ പോളിസി സെൻ്ററായിട്ടുള്ള വാഷിങ്ടൺ DCയിലുള്ള ആ ഒരു സംഘടന പറഞ്ഞിരിക്കുന്നതാണ് ഇറാൻ അവരുടെ ഓൺ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കും, എല്ലാത്തിനും അവരൊരു പ്രതിഫലം ഇച്ഛിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞു കൊണ്ടുവരുന്നത്. This chokehold on the Strait of Hormuz is now giving them ideas. Maybe we can charge passage fees like same other places in the world. There are these discussions in Iran. അവർ പിന്നെയും പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു സ്തംഭനാവസ്ഥ വന്നില്ലേ, അപ്പോൾ ഇറാൻ ഇഷ്ടംപോലെ സമയം കിട്ടുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ കുറച്ചിരിക്കുകയാണ്, ഈ ആ ടാക്സ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ അവരുടെ ഒരു ലെവറേജാണത്, അവരുടെ ഒരു എന്താ പറയുന്നത് മേൽക്കൈ നേടിയിരിക്കുകയാണ് അവിടെ ഇറാൻ. അപ്പോൾ അതിൽ പിടിച്ചുകൊണ്ട് പണം ഇടപാടുകൾക്ക് ശ്രമിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് വെരി സെൻസിബിൾ മൂവ് ഇഫ് ദർ ഈസ് എ മൂവ് ബൈ ഇറാൻ. ഇറാൻ ഈസ് അൺലൈക്ലി ടു ഫോർഫിറ്റ് ദാറ്റ് ലിവറേജ്. ആ ഒരു മേൽക്കോയ്മ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും ഇറാൻ ആഗ്രഹിക്കുന്നില്ല. വിതൗട്ട് മേജർ കൺസെഷൻ അനലിസ്റ്റ് അവർക്ക് അതിനുള്ള തക്ക പ്രതിഫലം കിട്ടാതെ അവർ അതിൽ നിന്നും ശകലം പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുമെന്ന് ആരും കരുതുന്നില്ല. ബിക്കോസ് അവരുടെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖൊമേനിയെ വധിച്ചു, മറ്റുള്ള ഒരുപാട് സീനിയർ ലീഡേഴ്സിനെ ഇസ്രായേലും US കൂടി വധിച്ചിരിക്കുകയാണ്, അവരുടെ സേനയെല്ലാം തകർത്തിരിക്കുകയാണ്, ആറ്റമിക് എനർജി വരെ അടിച്ചമർത്തിയെന്നാണ് കേൾക്കുന്നത്. നാവികസേന ഓൾമോസ്റ്റ് ഡിസ്ട്രോയ് ചെയ്തിരിക്കുകയാണ്, കരസേനയുടെയും ഒരു ഭാഗം ഡിസ്ട്രോയ് ചെയ്തിരിക്കുകയാണ്, മിസൈൽ കപ്പാസിറ്റിയുള്ള പലയിടത്തും ആക്രമണം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ 4 ചുറ്റും ഭയാനകമായ സിറ്റുവേഷനിലാണ് ഇറാനുള്ളത്. പക്ഷേ അവരെന്ന് പറഞ്ഞാൽ വളരെ സ്പിരിറ്റഡ് കൺട്രിയാണ്, സിവിലൈസേഷനുള്ള കൺട്രിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് അവർ കീഴടങ്ങുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നേയില്ല. ഒരിക്കലും അവരെ ഡിഫീറ്റ് ചെയ്യാൻ അമേരിക്കൻ ആൻഡ് ഇസ്രായേലിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറ്റ് ദിസ് മൊമെൻറ്റ്. കാരണം ചൈന, റഷ്യ ഇവർ രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് ബാക്ക് ചെയ്യുന്നുണ്ട്. വെദർ ഇറ്റ് ഈസ് ഇൻ്റലിജൻസ് ഷെയറിങ് ഓർ മോണിറ്ററി ബെനഫിറ്റ്സ് ആൻഡ് മിസൈൽ
പ്രൊവൈഡിങ് മിസൈൽസ് ആൻഡ് അതർ വെപ്പണറീസ്. അവരുടെ ഒരു സഹായം ഇവർക്ക് ഉണ്ട് എന്ന് നമ്മൾ ബലമായി വിശ്വസിക്കേണ്ടി വരും. അതാണ് ഇറാൻ്റെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററായിട്ട് നിലകൊള്ളുന്നത്. നാളെ ഒരു സമയത്ത് ഫിസിക്കലി ഒരു റഷ്യയും ചൈനയും ഇവരെ സഹായിക്കാൻ വന്നാലും അത്ഭുതപ്പെടാനില്ല എന്ന് നമുക്ക് കരുതാം. On Friday, the Trump administration temporarily waived sanctions on the purchase of 140 million barrels of Iranian oil at sea in an attempt to ease oil prices. ഇതിനിടയ്ക്ക് നടന്നൊരു സംഭവമാണ്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളിൽ നിന്ന് 140 മില്യൺ ബാരൽസ് സെയിലാക്കി അറ്റ് സീ, സമുദ്രത്തിൽ നിന്നുകൊണ്ടായിട്ട് സെയിലാക്കിയിരിക്കുകയാണ്. അതിനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. നല്ല ഒരു ഓയിൽ കോസ്റ്റ് കുറയ്ക്കാനുള്ളൊരു മാർഗമെന്ന രീതിയിൽ നമുക്കത് ഓക്കെ എന്ന് പറയാം. ബട്ട് അമേരിക്ക ഇറാനുമായിട്ട് ചേർന്ന് ഇനി ഒരു ഓയിൽ മാഫിയ സൃഷ്ടിച്ചെടുക്കുമോ എന്നും സംശയിക്കുന്ന പല ആളുകളുമുണ്ട്. കാരണം ഇനിയിപ്പോൾ നിങ്ങളെ കണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കോളാം, ഈ എണ്ണ എൻ്റെ ത്രൂ വിറ്റാൽ മതിയെന്ന് അമേരിക്ക പറയുകയാണെങ്കിൽ അമേരിക്ക അങ്ങനെ പറയൂല എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആക്ച്വലി US എന്താണ് ആഗ്രഹിക്കുന്നത്? വാട്ട് ഡസ് ദി US വാണ്ട്? അതൊന്ന് നോക്കിയാലോ. US ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ടു പ്രിവെൻറ്റ് ടെഹ്റാൻ ഫ്രം മേക്കിംഗ് എ ന്യൂക്ലിയർ ബോംബ്. ടെഹ്റാനെ, അതായത് ഇറാനെ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യമാണ്. ഡിസ്പൈറ്റ് ഹാവിംഗ് ക്ലെയിംഡ് ടു ഹാവ് ഒബ്ലിറ്ററേറ്റഡ് ഇറാൻസ് ന്യൂക്ലിയർ പ്രോഗ്രാം ഡ്യൂറിങ് ദി 12-day വാർ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം നടന്ന 12 ദിവസം നീണ്ടുന്നൊരു യുദ്ധം ഉണ്ടായിരുന്നു. അന്ന് ഇവരുടെ ന്യൂക്ലിയർ കപ്പാസിറ്റി കംപ്ലീറ്റ് ഞങ്ങൾ തകർത്തു, ഒബ്ലിറ്ററേറ്റഡ് എന്നാണ് പറഞ്ഞത്, തുടച്ച് നീക്കിയെന്നാണ് പറഞ്ഞത് അല്ലേ. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ബോംബിൻ്റെ കാര്യം എന്തിനാണ് പറയുന്നത്? അന്ന് തുടച്ച് നീക്കിയെങ്കിൽ. സോ അമേരിക്ക യു ഡോണ്ട് ട്രസ്റ്റ് അമേരിക്ക. ട്രംപ് പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് 400 kg യുറേനിയം എൻറിച്ച്ഡ് നിയർ ടു വെപ്പൺസ് ഗ്രേഡ് ഉണ്ട്. 400 kg യുറേനിയം ഇറാൻ്റെ കയ്യിലുണ്ട്. യുറേനിയം എന്ന് പറഞ്ഞാൽ യുറേനിയം എൻറിച്ച്ഡ് വെപ്പൺ ഉണ്ടാക്കുന്ന, ഒരു ആറ്റമിക് ബോംബ് ഉണ്ടാക്കുന്ന കപ്പാസിറ്റി ഇവരുള്ള 400 kg യുറേനിയം അവിടെ ഉണ്ട്. അത് പിടിച്ചെടുക്കണം എന്നാണ്. ഓക്കെ, സോ ഇറാനിയൻ ഒഫീഷ്യൽസ് അതിൻ്റെ മറുപടിയായിട്ട് പറയുന്നത് അത് ശരിയാണ്, അത് ഉണ്ടായിരുന്നു. പക്ഷേ ദാറ്റ് സ്റ്റോക്ക് ഈസ് ബറീഡ് അണ്ടർ ദി റബിൾഡ് ഓഫ് വൺ ഓഫ് ദി ന്യൂക്ലിയർ സൈറ്റ് സ്ട്രക്ക് ബൈ US. നിങ്ങൾ ന്യൂക്ലിയർ സൈറ്റ് അടിച്ച് തകർത്തില്ലേ, അതിൻ്റെ അടിയിൽ അത് പോയി. ഞങ്ങൾക്ക് വി ഡോണ്ട് പോസസ് ഇറ്റ് നൗ. അതിപ്പോൾ നമ്മുടെ കയ്യിലില്ല എന്നാണ് ഇറാനിയൻ പറയുന്നത്. ആരാണ് സത്യം പറയുന്നത്, ആരാണ് പറയുന്നത്? നോ ഐഡിയ അറ്റ് ആൾ. ഇൻ ദി പാസ്റ്റ് US ഓൾസോ വാണ്ടഡ് ടെഹ്റാൻ ടു ഡിസ്മാൻറ്റിൽ ദി ബല്ലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം. അതും ഒരു ആവശ്യമാണ് അമേരിക്കയുടെ. ഇവർ ബല്ലിസ്റ്റിക് മിസൈൽസ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. കാരണം ആരെങ്കിലും ഒന്ന് വന്ന് അടിച്ചു കഴിഞ്ഞാൽ ചുപ്ചാപ്പ് മരിച്ചു വീഴുക, അതാണ്. അതല്ല തിരിച്ചടിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ പറയുന്നത് ഒരു അൽ ജസീറ എന്നുള്ള ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ അത് പറയുന്ന വാഷിങ്ടൺ ഹാസ് നൗ പ്രപ്പോസ്ഡ് ദാറ്റ് ഇറാൻ കീപ് 1000 മീഡിയം റേഞ്ച് മിസൈൽസ് ഇൻ ഇറ്റ്സ് ആർസനൽ. അവരൊരു 1000 മീഡിയം റേഞ്ച് മിസൈൽസ് അവരുടെ ആർസനൽ, അവരുടെ സ്റ്റോക്കിൽ വെച്ചോട്ടെ. ചാർജ് കമ്പയർഡ് വിത്ത് പ്രീവിയസ് ഇവാർഡ്സ്. അതായത് പണ്ട് പറഞ്ഞിരുന്നേക്കാളും കുറച്ച് അതിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. ഒരു 1000 മീഡിയം റേഞ്ച് ഇറാൻ വെച്ചോട്ടെ, അതിൽ കൂടുതലൊന്നും വെക്കരുത്. You see, the US is dictating terms to Iran, and Iran is the last country to follow any of such directions dictat from America. But a diplomatic breakthrough would have to emerge amid a complete lack of trust from the Iranians. ഒരു ഭയങ്കരമായിട്ടുള്ള ട്രസ്റ്റ് ഡെഫിഷ്യൻസി ഈ കൺട്രികളെയൊക്കെ തമ്മിലുണ്ട്. എന്നാലും എന്തെങ്കിലും ഒരു വേ ഔട്ട്, ഒരു സൊല്യൂഷൻ വരേണ്ടത് അത്യാവശ്യമാണ്. ട്രംപ് ബോംബ്
Trump bombed Iran twice while his convoys were negotiating with ഇറാനുമായിട്ട് അമേരിക്ക പറഞ്ഞ സോക്കാൾഡ് ടീംസ് കൺട്രീസൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് 2 പ്രാവശ്യം ബോംബാർഡ്മെൻറ്റ് ചെയ്തു US. ഓക്കെ, സോ അവരുടെ അൾട്ടിമേറ്റ് എയിം റെസ്യൂം ചേഞ്ച് ആണ്, ഭരണകൂട മാറ്റം എന്നും അവർ പറയുന്നുണ്ട്, അമേരിക്ക പറയുന്നുണ്ട്. ഇറാൻ്റെ ഭരണകൂടം മാറണം, അവർക്ക് വേണ്ട ഒത്താശകൾ ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻ ദി മീൻ ടൈം ഒരു ചെറിയ ന്യൂസ് വരുന്ന ഈ സീസ് ഫയർ എന്നുള്ള കാര്യം 1 മാസത്തേക്ക് ട്രംപ് നീട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ആ 1 month, വൈ 1 month? അതൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ വേൾഡിലുള്ള വാർ അനലിസ്റ്റുകളൊക്കെ പറയുന്നത്, സ്ട്രാറ്റജിസ്റ്റൊക്കെ പറയുന്നത് that 1 month may be America may be buying a time. അതായത് അവർ കംപ്ലീറ്റ് ഇറാനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു മുന്നൊരുക്കങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മാസമാണ്. കാരണം ഇത് പെട്ടെന്ന് ഇത് ഉദ്ദേശിക്കുന്നതിനിടയ്ക്ക് ഇസ്രായേൽ കയറി അടിച്ചാണല്ലോ. ആക്ച്വലി വാർ തുടങ്ങും 28 ഫെബ്രുവരിക്ക് ഇസ്രായേൽ കയറി അങ്ങ് പൂശി. അത് അമേരിക്കയുടെ അനുവാദമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ദാറ്റ് ടൈം. പക്ഷേ അമേരിക്കക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അമേരിക്ക പറഞ്ഞു ഞങ്ങളുടെ ഡിസിഷനാണെന്ന് പറഞ്ഞെങ്കിൽ ഡിസ്കഷൻ നമുക്ക് പറയുകയാണെങ്കിൽ ഹൂ വിൽ ലീഡ് ടോക്സ് ഫോർ ഇറാൻ ആസ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ലീഡേഴ്സ് ഹാവ് ഓൾറെഡി ബീൻ കിൽഡ്. വലിയ വലിയ ലീഡേഴ്സ് എല്ലാം കൊന്ന് തള്ളപ്പെട്ടിരിക്കുകയാണ് ഇറാൻ്റെ. ഇനി ആരാണ് ഈ ഒരു ടോക്സ്, ഇനി ഒരു മധ്യസ്ഥത ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ ഹൂ വിൽ ടോക്ക് വിത്ത് ദി ഡെലിഗേഷൻ ഫോർ ഡിസ്കഷൻ? അതൊരു ഇതാണ് ലോസ് ആൻഡ് പ്രോഫിറ്റ്. ആർക്കാണ് ലോസ്, ആർക്കാണ് പ്രോഫിറ്റ്? ഐ തിങ്ക് എവരി വൺ ഹാസ് എ ലോസ്. ബട്ട് ഒരു ബൈ പ്രോഡക്റ്റ് വിൻ എന്ന് പറഞ്ഞാൽ റഷ്യ സോൾഡ് ലോട്ട് ഓഫ് ഇറ്റ്സ് ഓയിൽ ഇൻ എ റീസണബിൾ ആൻഡ് ഹൈ പ്രൈസ്. ഓക്കെ, അതുപോലെ അമേരിക്ക ഈസ് ഓൾവേസ് ഗോയിങ് ടു ഗെയിൻ സംതിങ് ഔട്ട് ഓഫ് സംതിങ്. ട്രംപ് ഈസ് റെഡി ടു ഗോ for 1 month ceasefire. Iran suspect they are buying time for something more devastating to destroy Iran completely. അപ്പോൾ ട്രംപിൻ്റെ ഈ 1 മാസത്തെ സമയം ട്രംപ് പറയുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ്ലി വാട്ട് ഹി വാണ്ട്സ് ടു ഡു അത് ഒക്കെ എല്ലാം ഒരു ആംബിഗ്വിറ്റി ആയിട്ട് നിൽക്കുകയാണ്. തൽക്കാലം ഇറാൻ പറയുന്നത് നമ്മൾ അടിക്കുമെന്നാണ്. അതിനിടയ്ക്ക് സൗദി അറേബ്യ പറയുന്നത് കണ്ടിന്യൂ അറ്റാക്സ് ഓൺ ഇറാൻ എന്നാണ് പറയുന്നത്. ഒരു റീജിനുവേറ്റഡ് സൗദി അറേബ്യനാണ് നമ്മൾ. സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും ഇറാൻ അവരെ ആക്രമിക്കുമെന്ന ഒരു പ്രതീക്ഷയല്ല. ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അവർ സുൽത്താൻ സൽമാൻ അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റുന്നില്ല. സൗദി അറേബ്യ അവരെ അടിക്കണം എന്നാണ് പറയുന്നത്. സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധം നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റും അമേരിക്ക ഈ യുദ്ധം നിർത്താൻ പോകുന്നില്ല. എല്ലാ കൺട്രിയും ആഗ്രഹിക്കുന്നത് ഇറാൻ്റെ ഒരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് നോട്ട് പോസിബിൾ നൗ. ഇറാൻ അതുപോലുള്ളൊരു ശക്തിയാണ്. എത്ര നശിച്ചാലും അതിൽ നിന്ന് ഫിനിക്സ് പക്ഷെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു വീര്യമുള്ള ഒരു കൺട്രിയാണ് ഇറാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി നോക്കുമ്പോൾ. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മൈ ഡിയർ ഫ്രണ്ട്സ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.